ഫ്ലക്സ് ഷീറ്റുകളും പ്രകൃതിക്ക് ഇണങ്ങാത്ത മറ്റുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ മാധ്യമങ്ങളും നിരോധിച്ചതോടെ ചുവരെഴുത്തുകൾ നാട്ടിലെങ്ങും സജീവമായി. ചുവരെഴുത്ത് കലാകാരന്മാർക്കും തിരക്കൊഴിയാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും ചിഹ്നവും വോട്ടഭ്യർത്ഥനയുമെല്ലാം ചുമരെഴുത്തിലൂടെയും ബാനറുകളിലൂടെയുമാണ് നാട് അറിഞ്ഞിരുന്നത്. സ്ഥാനാർത്ഥികളുടെ നേരിട്ടുള്ള വോട്ടഭ്യർത്ഥന ഉണ്ടാവും എങ്കിൽ കൂടിയും ചുമരെഴുത്തുകൾക്ക് അതിലേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ചുമരെഴുത്തിനേക്കാളും ആളുകളിലേക്ക് വേഗത്തിലെത്തുന്നതും ജോലി സമയം ലാഭിക്കുന്നതുമായ വലിയ ഫ്ലെക്സ് ബോർഡുകളും പ്ലാസ്റ്റിക് ഉപാധികളും വന്നതോടെ ചുമരെഴുത്ത് തീർത്തും അപ്രത്യക്ഷമായി. എന്നാൽ പ്രകൃതിയെ ഹനിക്കുന്ന പ്രചരണ പരിപാടികൾ പാടില്ലെന്ന കർശന നിർദ്ദേശം വന്നതോടെ ചുമരെഴുത്ത് ആർട്ടിസ്റ്റുകൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രയാസങ്ങൾ കൊണ്ട് പല കലാകാരന്മാരും ഈ മേഖല വിട്ടുപോയി. എങ്കിലും ചുമരെഴുത്തിൽ പ്രാവീണ്യമുള്ള കുറച്ചു പേർ ഇപ്പോഴും സജീവമാണ് ഈ രംഗത്ത്. സ്ഥിരം ഞങ്ങൾക്ക് ഇപ്പോൾ എഴുത്തുണ്ട്. കാസർഗോഡ് തിരുവനന്തപുരം വരെ കണ്ടിന്യൂസ് എഴുത്താണ്. 5-6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിരുന്നു. ഓരോരോ പാർട്ടികളുടെയും പിന്നെ മതസംഘടനകളുടെയും വർക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളുകൾക്ക് വരയ്ക്കാൻ പോകും. കണ്ടിന്യൂസ് ഇങ്ങനെ എഴുത്തും പെയിൻറ്റ് പണികൾ എപ്പോഴും ഉണ്ട്, ഫ്ലെക്സ് അല്ലാണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ദൗർലഭ്യമുള്ള അവരുടെ സ്കേഴ്സ് അത് കുറവാണ്. അവർ കുറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് വർക്ക് കൂടുതലാണ്. എന്നുവെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകളും വേറെ ഫീൽഡിലേക്ക് തിരിഞ്ഞു, വേറെ കൈത്തൊഴിലുകളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വർക്ക് കൂടുതലാണ്. ഞങ്ങൾ 6-7 പേരുണ്ട് ആർട്ടിസ്റ്റുകൾ. ഓരോരോ സ്ഥലങ്ങളിലേക്ക് വിട്ടു. ഞങ്ങൾ 2 പേരുണ്ട് ഇവിടെ. പ്രതിസന്ധികൾ തരണം ചെയ്ത കലാകാരന്മാരുടെയും ചുമരെഴുത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെ കാലം കൂടിയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.